ഹലോ എവ്രി വൺ, എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലേമെൻറ്റ്. ഈ ഹൗസിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള എലിസൻ്റെക്കും പലായോയ്ക്കും ഒരു ഖേദവും ഉണ്ടായിരുന്നില്ല. ലേമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖേദിക്കുക കേട്ടോ. ഖേദിക്കാൻ അവർക്കൊരു കാരണവും ഉണ്ടായിരുന്നില്ല, അവർക്കൊരു ഖേദവും ഉണ്ടായിരുന്നില്ല. വിത്ത് ദ മണി ദേ സേവ്ഡ് ദേ ബിൽഡ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. അവർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഏഞ്ചലിനെ കൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള പണം വെച്ചിട്ട് അവർ വലിയ 2 നിലയുള്ള വലിയൊരു മാൻഷൻ, ഒരു ബംഗ്ലാവ് തന്നെ ഉണ്ടാക്കുമായിരുന്നു. ബാൽക്കണീസും ഗാർഡൻസും ഒക്കെ ഉള്ള വലിയൊരു മാൻഷൻ അവരുണ്ടാക്കി. ഇറ്റ് ഓൾസോ had high netting so that crabs wouldn't get in during the winter. അതിനൊരു വലിയൊരു നെറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ ക്രാബ്സിനൊക്കെ വിൻ്ററിൻ്റെ സമയത്ത് അകത്തേക്ക് വരാനായിട്ട് പറ്റില്ല. ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോസ് സോ ദാറ്റ് ഏഞ്ചൽസ് വുഡൻ ഗെറ്റ് ഇൻ. അതേപോലെ തന്നെ വിൻഡോസിൻ്റെ ഒരു ഭാഗത്തായിട്ട് വലിയ അയൺ ബാർസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏഞ്ചൽസിനും അകത്തേക്ക് കയറാനായിട്ട് പറ്റില്ല. Pelayo also set up a rabbit warren and gave up his job as a bailiff for good. അതേപോലെ തന്നെ പെലായോയുടെ ഒരു ജോലി എന്ന് പറയുന്നത് ബെയിലിഫ് ആയിരുന്നു അല്ലേ, ഈ പ്രിസണേഴ്സിനൊക്കെ നോക്കുന്ന ആൾ. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് ഒരു റാബിറ്റ് വാരൻ ഉണ്ടാക്കുകയാണ്. റാബിറ്റ് വാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുയലുകളൊക്കെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലേസ് ആണ്, എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. എലിസൻഡ ബോട്ട് സം സാറ്റിൻ പംസ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസൻറ്റ് സിൽക്ക്. അപ്പം എലിസൻ്റെ ആണെങ്കിൽ ഒരുപാട് ചെരുപ്പും ഇറിഡിസൻ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയില്ലാത്ത ഇളങ്ങുന്ന ഡ്രസ്സുകളും അതേപോലെ തന്നെ പംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹീൽസ് ഉള്ള ഒരു പ്ലെയിൻ ഷൂനെയാണ് പംസ് എന്ന് പറയുക കേട്ടോ. സാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മിനുസമുള്ള ഓക്കെ, അങ്ങനെ ചെരുപ്പുകളും അതേപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ വാങ്ങി. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡൻറ്റ് റിസീവ് എനി അറ്റൻഷൻ. ഒരു അറ്റൻഷനും കിട്ടാതിരുന്ന ഒരേ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഏഞ്ചലിനെ ക്യാപ്റ്റീവ് ചെയ്തിട്ടുള്ള ആ ഒരു ചിക്കൻ കൂപ്പായിരുന്നു. ദ ഡങ് ഹീപ്പ് സ്റ്റെൻച്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിങ് ദ ന്യൂ ഹൗസ് ഇൻ ടു അൻ ഓൾഡ് വൺ. ദ ഡങ് ഹീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പക്ഷിക്കാഷ്ടം അല്ലെങ്കിൽ ഈ ഒരു ചിക്കൻ കൂപ്പിനെ കുമിഞ്ഞു കൂടിയിട്ടുള്ള ആ ഒരു കോഴിക്കാഷ്ടം എന്ന് പറയുന്നത് സ്റ്റെൻച്ച്, അത് ദുർഗന്ധം നന്നായിട്ട് മണക്കുന്നുണ്ടായിരുന്നു. ഫ്രം ദ കൂപ്പ്, ഈ ഒരു കൂട്ടിൽ നിന്നും. വാസ് ടേണിങ് ദ ന്യൂ ഹൗസ് ഇൻ ടു അൻ ഓൾഡ് വൺ. അപ്പം ഈ ഒരു പുതിയ ഹൗസിനെ, പുതിയതായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മാൻഷനെ പഴയതിലേക്ക് കൊണ്ടുപോയത് അല്ലെങ്കിൽ പഴയത് തോന്നിപ്പിച്ചത് ഈ ഒരു ചിക്കൻ കൂപ്പായിരുന്നു. കാരണം അതിൻ്റെ അത്രയുമായിട്ട് അത് സ്റ്റെൻ ചെയ്യുന്നുണ്ടായിരുന്നു. അറ്റ് ഫസ്റ്റ് when the child learned to walk, they were careful that he did not get too close to the coop. ഈ ഒരു കുഞ്ഞ് നടക്കാൻ വേണ്ടി പഠിക്കുന്ന ആ ഒരു സമയത്ത് അവർ നല്ല കെയർഫുൾ ആയിരുന്നു. അത് ചിക്കൻ കൂപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലൂസ് ദിയർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ് ടു ദി സ്മെൽ. പിന്നീട് അവർ ഈ ഒരു ഫിയറൊക്കെ പിന്നെ അവിടെ ഇല്ലാണ്ടാവുകയും അതേപോലെ തന്നെ ആ ഒരു സ്മെല്ലുമായിട്ട് യൂസ്ഡ് ആവുകയാണ്. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹെർ സെക്കൻഡ് ടീത്ത്, കുഞ്ഞിന് രണ്ടാമത്തെ പല്ല് വന്നപ്പോൾ ഹി വുഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ. ആ ഒരു കുഞ്ഞ് എന്ത് ചെയ്തു, ഈ ചിക്കൻ കൂപ്പിൻ്റെ അകത്തേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആസ് ദ വയേഴ്സ് വർ എ ഫാളിങ് പാർട്ട്. ഈ ഒരു കമ്പികളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ആ ഒരു സമയമാണ്. ആ ഒരു സമയത്ത് കുഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കൂപ്പിൻ്റെ അടുത്തേക്ക് പോവാണ്. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് എ ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. അങ്ങനെ 2 പേർക്കും, ഓൾഡ് മാൻ അല്ലെങ്കിൽ ഏഞ്ചലിനും നമ്മുടെ കുഞ്ഞിനും ഒരേ സമയത്ത് ചിക്കൻ പോക്സ് ബാധിക്കുകയാണ്. ദ ഡോക്ടർ took who care of the child couldn't resist the temptation to listen to the angel's hurt. ഈ ഒരു കുഞ്ഞിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ഡോക്ടറിന് നമ്മുടെ ഏഞ്ചലിൻ്റെ ഹേർട്ട് കൂടെ ലിസൺ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ അയാൾക്ക് പോകാനായിട്ട് തോന്നിയില്ല. ഹി ഫൗണ്ട് സോ മച്ച് വിസ്ലിംഗ് ഇൻ ദ ഹേർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്. അപ്പം ഈ ഒരു ഏഞ്ചലിൻ്റെ ഹേർട്ടിൽ ഒരുപാട് വിസ്ലിംഗ് സൗണ്ട്സും കിഡ്നീസ് എന്നൊക്കെ ഒരുപാട് സൗണ്ട് അദ്ദേഹം കേട്ടു. വാസ് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹൗവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. അദ്ദേഹത്തിന് ഒരു ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു വലിയ ചിറകുകളായിരുന്നു. ദേ സീംഡ് സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ഈ ഒരു ചിറകുകൾ എന്ന് പറയുന്നത് കറക്റ്റ് ഒരു ഹ്യൂമൻ ഓർഗാനിസം പോലെയാണ് തോന്നിപ്പിച്ചത്. ഒരു നാച്ചുറൽ ആയിട്ട് ഒരു ആയിട്ടാണ് തോന്നിപ്പിച്ചത്. ഹി കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡൻറ്റ് ഹാവ് ദം ടു. അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഇത് ഇല്ലാത്തത് എന്നുള്ളൊരു കാര്യം ഈ ഡോക്ടറിന് മനസ്സിലായില്ല. When the child began to school, the sun and rain had caused the collapse of the chicken coop. അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞ് സ്കൂളിലൊക്കെ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മുടെ ചിക്കൻ കൂപ്പ് കൊളാപ്സ്ഡ് ആവുകയാണ്, അതായത് അത് തകർന്നു പോയിട്ടുണ്ട്. ദ ഏഞ്ചൽ വെൻ ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദ ലൈക്ക് എ സ്ട്രേ ഡൈങ് മാൻ. അങ്ങനെ ഏഞ്ചൽ ആ ഒരു കൂട്ടിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് പുറത്ത് ജീവിക്കുകയാണ് കേട്ടോ. ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വലിച്ചഴിക്കുന്നു. അബൌട്ട് ഹിയർ ആൻഡ് ദ ലൈക്ക് എ സ്ട്രേ ഡൈങ് മാൻ. അതേപോലെ തന്നെ പുറത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലമില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, ആകെ വയ്യാണ്ടായി
വളരെ ക്ഷീണിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഹി സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. അദ്ദേഹത്തെ പല സ്ഥലങ്ങളിലായിട്ട് ഒരേ സമയത്ത് കാണുകയുണ്ടായി. ഹി കുഡ് സ്കാർസ്ലി ഈറ്റ്. നമ്മുടെ ഒരു ഏഞ്ചൽ അങ്ങനെ കഴിക്കാനൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി ദാറ്റ് ഹി വെൻറ്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റേഴ്സ്. അതേപോലെ തന്നെ ഏഞ്ചലിൻ്റെ കാഴ്ചയൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ പോസ്റ്റിലൊക്കെ പോയിട്ട് ഇടിക്കുകയാണ് ആര്, നമ്മുടെ ഒരു ഏഞ്ചൽ. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. അപ്പോൾ പെലായോ നമ്മുടെ ഏഞ്ചലിന് വേണ്ടിയിട്ടൊരു ബ്ലാങ്കറ്റ് എറിഞ്ഞ് കൊടുത്തിട്ട് ഈ ഒരു ഷെഡിൽ കിടന്നോളാൻ വേണ്ടിയിട്ട് പറയാണ്. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോഴാണ് ആ ഒരു കാര്യം അവർ ശ്രദ്ധിക്കുന്നത്. രാത്രിയിൽ ഏഞ്ചലിന് നല്ല ചൂടുള്ള കാര്യം അവർ ശ്രദ്ധിക്കുകയാണ്. ദേ ബിക്കേം അലാർംഡ്. അവർ കുറച്ചുകൂടെ പരിഭ്രാന്തരായി, നെർവസ് ആയി. ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. അവർ ചിന്തിച്ചു ഈ ഒരു ഏഞ്ചൽ ഗോയിങ് ടു ഡൈ, മരിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിൻ്റർ ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏഞ്ചൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വളരെ മോശപ്പെട്ടുള്ള ആ ഒരു വിൻ്റർ സീസണും അതിജീവിച്ചിട്ട് സർവൈവ് ചെയ്തിട്ട് ആദ്യത്തെ സണ്ണി ഡേയ്സിൽ തന്നെ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങുകയാണ്. ഹി റിമൈൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ് ഇൻ ദ ഫാർദസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്. ആ മുറ്റത്തിൻ്റെ ഫാർദസ്റ്റ് ആയിട്ടുള്ള ദൂരത്തുള്ള ഒരു സ്ഥലത്ത് ഈ ഏഞ്ചൽ കുറേ കാലം സെവറൽ ഡേയ്സ് ഒരുപാട് ദിവസങ്ങൾ, സെവറൽ പറഞ്ഞു കഴിഞ്ഞാൽ അനവധി, ഒരുപാട് ദിവസങ്ങൾ മോഷൻലെസ് ആയിട്ട് അനങ്ങാതെ കാണപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെയാണ് ജീവിച്ചത്. At the beginning of December, some large stiff feathers began to grow on his wings. അങ്ങനെ ഡിസംബറിൻ്റെ ആ ഒരു തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിങ്സിലായിട്ട് ഈ ഫെതേഴ്സ്, സ്റ്റിഫായിട്ടുള്ള ഫെതേഴ്സൊക്കെ വളർന്നു വരാനായിട്ട് തുടങ്ങി. സ്റ്റിഫായിട്ട് എന്ന് പറഞ്ഞാൽ ഈ കട്ടിയുള്ള തൂവലുകൾ. ദേ ലുക്ക് ലൈക്ക് ദ ഫെതേഴ്സ് ഓഫ് എ സ്കെയർ ക്രൗ. അത് ഒരു സ്കെയർ ക്രൗൻ്റെ തൂവൽ പോലെയാണ് കാണപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. സ്കെയർ ക്രൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോലം എന്നാണ് കേട്ടോ. അത് ഇവിടെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു കോലം എന്നുള്ള മീനിങ്ങാണ്. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. ഒരു ദിവസം രാവിലെ എലിസൻഡ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒനിയൻസ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അടുക്കളയിലേക്ക് ഒരു കാറ്റ് വീശാണ്. ദെൻ ഷീ വെൻറ്റ് ടു ദ വിൻഡോ. എന്നിട്ട് അവൾ വിൻഡോയുടെ അരികിലേക്ക് പോകുന്നു. ആൻഡ് ഫൗണ്ട് ദ ഏഞ്ചൽ ഈസ് ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മുടെ ഒരു ഏഞ്ചൽ പറക്കാനുള്ള ഒരു ആദ്യ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദീസ് വാസ് സോ ക്ലംസ്. ഇത് എന്ന് പറയുന്നത് വളരെ അരോചകമായിരുന്നു. ദാറ്റ് ഹി വാസ് ഓൺ ദ പോയിന്റ് ഓഫ് നോക്കിംഗ് ദ ഷട്ട് ഡൗൺ ആസ് ഹി കുഡൻറ്റ് ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദി എയർ. പക്ഷെ നമ്മുടെ ഈ ഒരു ഏഞ്ചൽ കുറേ കാലമായി പറഞ്ഞിട്ട് അപ്പം ഏഞ്ചലിന് എയറിലൊരു ഗ്രിപ്പ്, ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗത്തായിട്ട്, ഷെഡിൻ്റെ ഓരോ ഭാഗത്തായിട്ട് പോയിട്ട് ഇടിക്കുകയാണ്, നോക്കുകയാണ്. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. പക്ഷെ പിന്നീട് അതിനുശേഷം നമ്മുടെ ഈ ഒരു ഏഞ്ചൽ പറക്കാനായിട്ട് സാധിക്കുകയാണ്. ആ ഒരു കാര്യത്തെ മാനേജ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് പറക്കാൻ വേണ്ടിയിട്ട് കഴിയാണ്. ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ്. അദ്ദേഹം നമ്മുടെ ഒരു ഏഞ്ചലിനെ തന്നെ പിടിച്ചു നിർത്തുകയാണ്. ഇൻ സം വേ വിത്ത് റിസ്കി ഫ്ലാപ്പിംഗ്. ആ ഒരു റിസ്കി ഫ്ലാപ്പിങ്ങിൽ, റിസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ടില്ല. ഫ്ലാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറകടിക്കുക. അപ്പോൾ നമ്മുടെ ഏഞ്ചലിനെ സംബന്ധിച്ചിടത്തോളം ഈ ചിറകടിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കിയാണ്. ഓഫ് എ സിനൈൽ വൾച്ചർ. സിനൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായിട്ടൊക്കെ മെമ്മറി ലൂസ് ആവുക. വൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുകൻ. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദ ഓണിയൻസ്. നമ്മുടെ ഒരു എലിസൻഡ ഓണിയൻ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഏഞ്ചലിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. ഈ എലിസൻഡ നമ്മുടെ ഏഞ്ചലിനെ കൺമുന്നിൽ നിന്ന് മറയുന്നത് വരെ, കാണാൻ പറ്റാത്ത അതുവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹി വാസ് no longer an annoyance in her life but an imaginary dot on the horizon of the sea. ഇനി മുതൽ നമ്മുടെ ഈ ഒരു ഏഞ്ചൽ എന്ന് പറയുന്നത് എലിസൻഡയുടെയും പെലായോയുടെയും ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടല്ല, അനോയൻസ് അല്ല, ബട്ട് an imaginary dot on the horizon of the sea. ഈ കടലിൻ്റെ ചക്രവാളത്തിൽ ഒരു ഇമാജിനറി ഡോട്ട് ആണ്. സോ താങ്ക് യു വെരി മച്ച് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച്.